മലയാള സിനിമയിലെ കണക്കുകൾ പുറത്തുവിടുമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന പ്രഖ്യാപിച്ചിട്ട് 3 മാസങ്ങൾ കഴിഞ്ഞു. ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും കണക്കുകൾ മുറവെച്ചാതെ പുറത്തു വന്നു. ഇനി വരാനുള്ളത് മാർച്ചിലെ വരവും ചിലവും. കൂട്ടിക്കിഴിക്കലുകൾ തീരാഞ്ഞിട്ടാണോ, നിലപാടുകളിൽ വ്യക്തതയില്ലാഞ്ഞിട്ടാണോ സംഘടന മാർച്ചിലെ കണക്കുകൾ വെളിച്ചം കാണിക്കാതെ പൂഴ്ത്തുന്നത്? എമ്പുരാന്റെ റെക്കോർഡ് ബ്രേക്കിംഗ് നേട്ടങ്ങൾ കൺമുൻപിൽ നിൽക്കുമ്പോഴും മാർച്ചിലെ കണക്കുകൾ എന്തേ വൈകുന്നു? രാജ്യാന്തര പ്രശംസ നേടുകയും ക്രിട്ടിക് സൈറ്റുകളിൽ പോലും നിറഞ്ഞു നിൽക്കുകയും ചെയ്ത കാലമായിരുന്നു മലയാള സിനിമയ്ക്ക് 2024. ഏപ്രിൽ അവസാനമായപ്പോഴേക്കും മഞ്ഞുമൽ ബോയ്സ്, ആവേശം, ആടുജീവിതം, പ്രേമലു, ഭ്രമയുഗം തുടങ്ങി ബോക്സ് ഓഫീസിൽ ഹിറ്റുകൾ നൽകിയ ചിത്രങ്ങൾ നിരവധി പുറത്തിറങ്ങി. ആഘോഷമായി തുടങ്ങിയ ആ വർഷം 6ഓളം ചിത്രങ്ങൾ 100 കോടി ക്ലബിൽ പേരെഴുതി ചേർത്തു. സൂപ്പർ താരങ്ങളെ പോലും മാറ്റി നിർത്തി പുത്തൻ താരങ്ങൾ ഹിറ്റുകൾ മെനഞ്ഞു. പല ഓണറുകളിൽ നിർമ്മിക്കപ്പെട്ട ചിത്രങ്ങൾ പ്രഖ്യാപിത കൊമേഴ്ഷ്യൽ ചേരുവകൾക്ക് അകത്തും പുറത്തും നിന്ന് പടുത്തുയർത്തതായിരുന്നു അത് ഓരോന്നും. മലയാള സിനിമ 2024 അതിന്റെ സുവർണ വർഷമെന്ന് വിശ്വസിച്ചു പോരവെയാണ് വർഷാവസാനത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആ വർഷത്തെ കണക്കുകൾ പുറത്തുവിടുന്നത്. മലയാള സിനിമയ്ക്ക് 700 കോടി നഷ്ടമെന്ന വിധി. 199 പുതിയ ചിത്രങ്ങൾക്കും 5 റീ റിലീസുകൾക്കുമായി മലയാള സിനിമ ആ വർഷം 1000 കോടി രൂപ ചിലവിട്ടെന്നും അതിൽ 350 കോടി മാത്രമാണ് തിയേറ്ററുകളിൽ നിന്ന് തിരിച്ചു നേടാനായതെന്നും പ്രസ് റിലീസിലൂടെ നിർമ്മാതാക്കളുടെ സംഘടന അറിയിച്ചു. 26 സിനിമകൾ മാത്രമായിരുന്നു കണക്ക് പ്രകാരം തിയേറ്ററിൽ ഭേദപ്പെട്ട ബിസിനസ് കാഴ്ചവെച്ചത്. അധികം വൈകാതെ വിവാദ പ്രസ് മീറ്റും സംഭവിച്ചു. മലയാള സിനിമ നഷ്ടത്തിലാണെന്നും നിർമ്മാതാക്കൾ പ്രതിസന്ധിയിലാണെന്നും വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് നിർമ്മാതാവ് സുരേഷ് കുമാർ പ്രതികരിച്ചു. താരങ്ങൾ നിർമ്മാണം ഏറ്റെടുത്തതും പ്രതിഫലം കൂട്ടുന്നതുമാണ് പ്രധാന പ്രശ്നമെന്നും പരാമർശമുയർന്നു. മലയാള സിനിമയിൽ ഇതുവരെയും 100 കോടി ചിത്രം ഉണ്ടായിട്ടില്ലെന്നും പിന്നീട് 100 കോടി തിയേറ്റർ കളക്ഷൻ നേടിയ ചിത്രം ഉണ്ടായിട്ടില്ലെന്ന് തിരുത്തിയും സുരേഷ് കുമാർ വിവാദങ്ങൾക്ക് എരിവ് കൂട്ടി. ആശയക്കുഴപ്പത്തിലായ പ്രേക്ഷകരോട് ഒന്നുകൂടെ അറിയിച്ചു, ഇനി അങ്ങോട്ട് ഓരോ മാസത്തെയും കണക്കുകൾ പുറത്തുവിടുമെന്ന്. അതുപ്രകാരം ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും കണക്കുകൾ നിർമ്മാതാക്കളുടെ സംഘടന പുറത്തിറക്കി. ജനുവരിയിൽ റിലീസ് ചെയ്ത ചിത്രങ്ങൾ തിയേറ്ററിൽ പ്രദർശനം തുടരുന്നതിനിടെ ഫെബ്രുവരി 8-ാം തീയതി കളക്ഷൻ കണക്കുകൾ പുറത്തു വന്നു. അതുപ്രകാരം ഈ വർഷം ആദ്യ മാസം പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ രേഖാചിത്രം മാത്രമായിരുന്നു വാണിജ്യ വിജയം. 8.56 കോടി ചിലവിട്ട ചിത്രം 12.5 കോടിയാണ് നേടിയത്. ടൊവിനോ ചിത്രം ഐഡന്റിറ്റിയും, ബേസിൽ സൗബിൻ കൂട്ടുകെട്ടിലെത്തിയ പ്രാവിൻകൂട് ഷാപ്പും, അർജുൻ അശോകൻ ചിത്രം അൻപോട് കൺമണിയും പരാജയ ചിത്രങ്ങളുടെ ലിസ്റ്റിലെത്തി. 5 ചിത്രങ്ങളായിരുന്നു അപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്നത്. ആകെ 28 ചിത്രങ്ങളിൽ നിന്നും ഇൻഡസ്ട്രിയുടെ നഷ്ടം 110 കോടി. അതേസമയം സുരേഷ് കുമാറിന്റെ പ്രസ്താവനകളെ തള്ളി ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നു. അതോടെ ഇരുചേരിയായി ചർച്ചകൾ തകൃതിയായി മുന്നേറി. നിർമ്മാതാക്കളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് അടക്കം സംഘടന ഏതാണ്ട് ഒന്നാകെ സുരേഷ് കുമാറിന് പിന്തുണ അറിയിച്ചു. തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോഗും കൂട്ടിനെത്തി. അതേസമയം പ്രതിഷേധം അറിയിച്ച് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് നമുക്കെന്നും സിനിമയുടെ ഒപ്പം നിൽക്കാമെന്ന തലക്കെട്ടോടെ മോഹൻലാലും പങ്കുവച്ചു. ടൊവിനോ തോമസ്, ഉണ്ണി മുകുന്ദൻ, ബേസിൽ ജോസഫ്, അപർണ ബാലമുരളി, അജു വർഗീസ് തുടങ്ങി നിരവധി താരങ്ങളും ആന്റണി പക്ഷത്തായി. തുടർന്ന് അനുനയന ചർച്ചകൾ പലതും നടന്നു. തിയേറ്ററുകൾ അടച്ചിട്ട് സമരത്തിലേക്ക് നീങ്ങുമെന്ന് സംയുക്ത സംഘടനകളുടെ പ്രഖ്യാപനവും വന്നു. ഇതിനായി നിർമ്മാതാക്കളുടെ സംഘടന തിരഞ്ഞെടുത്ത ദിവസമാകട്ടെ ആന്റണി പെരുമ്പാവൂരിന്റെ കീഴിൽ ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച എമ്പുരാന്റെ റിലീസ് ദിവസമായിരുന്നു. ഒടുക്കം പരസ്പര ധാരണയിലെത്തി ഇരുകൂട്ടരും കൈകൊടുത്തു പിരിഞ്ഞു. ചർച്ച കൊടുമ്പിരി കൊണ്ടിരിക്കെ തന്നെ, അതായത് മാർച്ച് 19-ന് ഫെബ്രുവരിയിലെ കണക്കുകളും പുറത്തിറങ്ങി. പ്രസ്തുത കണക്കുകൾ പ്രകാരം 17 സിനിമകൾ റിലീസ് ചെയ്തതിൽ നിന്നും 53 കോടി വീണ്ടും നഷ്ടം. മുടക്കു മുതൽ 75 കോടിയും. ലിസ്റ്റിൽ താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഓഫീസർ ഓൺ ഡ്യൂട്ടി മാത്രമായിരുന്നു. എന്നാൽ 13 കോടി നിർമ്മാണ ചെലവ് എന്ന ചിത്രം നേടിയത് 11 കോടി മാത്രമാണെന്നായിരുന്നു അവരുടെ കണക്കുകൾ. ഇതോടെ ഈ കണക്കുകളൊന്നും ശരിയല്ലെന്ന ആരോപണവുമായി ചിത്രത്തിലെ നായകനായ കുഞ്ചാക്കോ ബോബൻ എത്തി. ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ നിർമ്മാണ ചെലവോ നേട്ടമോ നിർമ്മാതാക്കളുടെ ലിസ്റ്റിൽ ഉള്ളതല്ലെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഒരു വെല്ലുവിളി കൂടെ ഉയർത്തി. നിർമ്മാതാക്കളുടെ സംഘടന നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഞാൻ സൗജന്യമായി അഭിനയിക്കാം. കേരളത്തിലെ തിയേറ്റർ ഷെയർ മുഴുവൻ അവരെടുക്കട്ടെ. കേരളത്തിന് പുറത്തു നിന്നുള്ള കളക്ഷനും OTT, സാറ്റലൈറ്റ് തുടങ്ങിയ ബിസിനസ്സുകളിൽ നിന്ന് കിട്ടുന്ന തുകയും തനിക്ക് തന്നാൽ മതിയെന്നും കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. എന്നാൽ പുറത്തുവിടുന്ന കണക്കുകളിൽ ഈ പറഞ്ഞ ബിസിനസ്സുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് സംഘടനകൾ മറുപടി നൽകി. തുടർന്ന് പലയിടങ്ങളിൽ നിന്നായി കണക്കുകൾക്കെതിരെ രോഷമുയർന്നു. ലാഭനഷ്ട കണക്കുകളിൽ വിവാദങ്ങൾ വിട്ടൊഴിയാതെ നിൽക്കുന്നതിനിടയിലേക്കാണ് മോഹൻലാൽ ചിത്രം എമ്പുരാൻ തിയേറ്ററിലെത്തിയത്. 2025 മാർച്ച് 27-ന് വെറും 48 മണിക്കൂറിൽ ചിത്രം 100 കോടി കടന്നു. 5 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് മാത്രം 50 കോടി, വൈകാതെ 200 കോടി, പിന്നെ 250 കോടി, അങ്ങനെ ഒരൊറ്റ മാസം കൊണ്ട് 325 കോടി നേട്ടമാണ് എമ്പുരാൻ കൈവരിച്ചത്. തിയേറ്റർ ഷെയറായി മാത്രം ചിത്രം 100 കോടി നേടിയെന്നതും വിവാദങ്ങളിൽ ചിത്രത്തിന്റെ നിശബ്ദ പ്രതികരണമായി. ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും ഭീമമായ കണക്കുകളാണ്
കണക്കുകളാണ് ചിത്രം പങ്കുവെച്ചതെങ്കിലും എമ്പുരാൻ ഉൾപ്പെടെ മാർച്ചിൽ റിലീസിനെത്തിയ ചിത്രങ്ങളുടെ കണക്കുകൾ ഔദ്യോഗികമായി പുറത്തുവിടാൻ നിർമ്മാതാക്കളുടെ സംഘടന ഇതുവരെയും മുതിർന്നിട്ടില്ല. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ധൃതിപ്പെട്ട് കണക്കുകൾ പുറത്തുവിട്ട സംഘടന 2 ദിവസം കഴിഞ്ഞ കണക്കുകൾ അറിയിക്കാമെന്നാണ് ഇപ്പോൾ മീഡിയ വണ്ണോട് പ്രതികരിച്ചത്. എമ്പുരാൻ മാത്രമല്ലല്ലോ മാർച്ചിലെ സിനിമകളെന്നും അസോസിയേഷൻ സെക്രട്ടറി ബി രാഗേഷ് പറഞ്ഞിരുന്നു. കണക്കുകൾ പുറത്തുവിടുന്നത് നിർമ്മാതാക്കൾക്കുള്ള ബോധവൽക്കരണമാണെന്ന് സംഘടനകൾ മുൻപ് പ്രതികരിച്ചിരുന്നു. എന്നാൽ അതേ കണക്കുകൾ പൂർണ്ണമല്ല എന്നതാണ് അവർക്കെതിരെ തിരിയുന്ന ആയുധം. തിയേറ്ററിൽ നിന്ന് നേടുന്ന ഷെയറുകൾക്കും പുറമെ വിവിധ തരത്തിൽ സിനിമ അതിന്റെ സാധ്യതകൾ കണ്ടെത്തുന്നുണ്ട്. OTT, സാറ്റലൈറ്റ് എന്നീ പ്ലാറ്റ്ഫോമുകൾക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യത്തിന് പുറത്തും സിനിമകൾ അതിന്റെ സ്ഥാനം കണ്ടെത്തുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നുള്ള കണക്കുകൾ മാത്രം പങ്കുവെക്കുന്നത് മലയാള സിനിമയിലേക്ക് വരുന്ന നിക്ഷേപങ്ങളെ തടയുമെന്നും വലിയ നിർമ്മാണ കമ്പനികൾ മലയാള സിനിമയുമായി സഹകരിക്കാതാവുമെന്നും പ്രതികരണങ്ങൾ ഉയർന്നിരുന്നു. മലയാള സിനിമ കേരളത്തിന്റെ കൂടുവിട്ട് ലോകമെങ്ങും പറന്നിറങ്ങുന്ന കാലമാണ്. അതിർവരമ്പില്ലാതെ സ്വപ്നം കാണുന്ന കാലമാണ്. കണക്കുകൾ പുറത്തു വന്നാലും ഇല്ലെങ്കിലും അതിന്റെ യാത്ര തുടരും. മോഹൻലാൽ പറഞ്ഞ പോലെ നമുക്ക് നല്ല സിനിമകൾക്കൊപ്പം നിൽക്കാം, കൂടെ നല്ല സിനിമകൾ സ്വപ്നം കാണാം.